ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ഡീറ്റെയിൽസ്. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്നൊരു വാട്ടർഫോൾ കാണാൻ പോവുകയാണ് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം. സോ യാ, ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ഒരു മഴയൊക്കെ കഴിഞ്ഞ് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നന്നായിട്ട് വെള്ളത്തിൻ്റെ ഫ്ലോ കാണാൻ പറ്റും. പിന്നെ നല്ലൊരു ഷൂ ഒക്കെ എടുക്കുന്നത് നല്ലതായിരിക്കും ഇങ്ങോട്ട് പോകുമ്പോൾ. സോ യാ, ഉണ്ടായിരുന്നു ഈ വാട്ടർഫോളായിട്ട്. പിന്നെ ക്ലൈമറ്റ് അത്ര സെറ്റപ്പ് ഒന്നും അല്ലായിരുന്നു, നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഫാമിലി ലണ്ടനിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫാമിലിയുടെ ഒപ്പമാണ് പോണത്. എന്തൊക്കെ മഴയും എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ നമ്മുടെ വൈബ് നമ്മൾ മാറ്റാൻ പാടില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. പിന്നെ തിരക്ക് കുറവായിരുന്നു, കാരണം മഴയാണല്ലോ. പിന്നെ കുറച്ച് നടക്കാനുണ്ടായിരുന്നു. ഐ തിങ്ക് ഇറ്റ്സ് മേ ബി നിയർലി 1 kilometer ഐ ക്യാൻ സേ. ഞാൻ കുറേ സ്റ്റെപ്പും പിന്നെ കുറേ സ്റ്റേഴ്സൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടുന്ന് ഇവിടുന്നൊക്കെ ഒന്ന് വീഡിയോ എടുത്തു. ഈ മഴയുടെ ചെറിയൊരു ഇങ്ങനെ ഒരു ചാറ്റൽ മഴയുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ഈ വെള്ളച്ചാട്ടത്തിൽ നിന്നുള്ള ആ ഒരു വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാവരും കൂടി നമ്മളെല്ലാവരും നനഞ്ഞ് കുളിഞ്ഞ് ആണ് അവിടെ നിന്ന് വന്നത്. ബട്ട് എനിവേ ഇറ്റ്സ് റിയലി ഗുഡ്. ഞങ്ങൾക്ക് കുറേ നാൾക്ക് ശേഷം ഒരു റിഫ്രഷിങ് ആയിട്ട് തോന്നി. പിന്നെ നമ്മൾ പോണ വഴിക്ക് മൊത്തം തോടൊക്കെ ആയിരുന്നു. അപ്പോൾ നമുക്ക് ആ തോടും ഇറ്റ്സ് റിയലി, ആ സൗണ്ടൊക്കെ തന്നെ നമുക്ക് ഭയങ്കര നേച്ചറിനോട് ഭയങ്കര ഒരു എന്താ പറയുക, കുറച്ചൊരു അടുപ്പം തോന്നും. പിന്നെ ഞങ്ങൾ അവിടുന്ന് ഇവിടുന്നൊക്കെ വീഡിയോ എടുത്തു. പിന്നെ എൽദോ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ സൗത്ത് വെയിൽസിൽ തന്നെ വൺ ഓഫ് ദ ലാർജസ്റ്റ് വാട്ടർഫോൾ ആണ് കേട്ടോ. അത് വലിയൊരു മൗണ്ടന് മേളിൽ നിന്നാണ് അത് വീഴുന്നത്. അതിന് പേരുണ്ട് ഐ തിങ്ക് നാൻറ്റ് ലീഞ്ച്, അങ്ങനെ എന്തോ പറഞ്ഞൊരു പേരാണ്. ഒരു 1/2 kilometer ആണ് കേട്ടോ നമുക്ക് വാക്ക് ചെയ്യാനുള്ളത്. പിന്നെ ഈ പോകുന്ന വഴി ഭയങ്കര സ്ലിപ്പറി ആയതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ച് വേണം പോകാനായിട്ട്. ഒന്നാമത് മഴയൊക്കെ പെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ എപ്പോഴും നല്ല സ്ലിപ്പറിയും ഭയങ്കര ഒരു അപകടം നിറഞ്ഞ ഒരു പാതയായിരുന്നു ആക്ച്വലി. പിന്നെ അവർ കുറേ റോക്സും പിന്നെ കുറേ സ്റ്റെപ്സൊക്കെ അവർ പണിതിട്ടുണ്ട്. അതുവഴി നമുക്ക് പോവാം. അങ്ങനെ നമുക്ക് ഈ സൈഡ് വഴി നമ്മൾ കയറുവാണെങ്കിൽ നമുക്ക് അതിൻ്റെ പുറകോട്ട് ചെല്ലാമായിരുന്നു. അപ്പോൾ ഞങ്ങൾ വാട്ടർഫോളിൻ്റെ ബാക്കിൽ നിന്നും വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ ഇവിടെ ബാറ്റ് കേവ് എൻട്രൻസ് സീനൊക്കെ ഷൂട്ട് ചെയ്ത് ഇവിടെയായിരുന്നു കേട്ടോ. കുറച്ച് ഫേമസ് ആയിട്ടുള്ള പ്ലേസ് ആണ്. നമ്മുടെ ബ്രീക്കൺ ബീൻസിൻ്റെ ഒക്കെ അടുത്തായിട്ട് വരും. എനിവേ ഞങ്ങൾക്കൊരു ലൈവ്ലി ടൈമായിരുന്നു, എൻജോയബിൾ ടൈമായിരുന്നു. ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. സോ നിങ്ങൾ വെയിൽസിലുണ്ടെങ്കിൽ മസ്റ്റായിട്ട് പോകേണ്ട ഒരു സ്ഥലമാണ്. കുറേ നടക്കാനും ഇല്ല, നമ്മളങ്ങനെ പെട്ടെന്ന് ടയർഡും ആവത്തില്ല. സോ ഇറ്റ്സ് വെരി വെരി നൈസ്. മഴ പെയ്യുന്നത് കൊണ്ട് തന്നെ നല്ല കോട ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ പോണ വഴിയൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിരുന്നു. സോ അതിൻ്റെ വീഡിയോ കേട്ടോ ഇനി കാണാൻ പോകുന്നത്. ഇനി വാട്ടർഫോളിൻ്റെ വീഡിയോ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. ഞങ്ങളുടെ വാട്ടർഫോളൊക്കെ കണ്ടു തിരിച്ച് പോവാണ്. ഇറ്റ്സ് റിയലി ബ്യൂട്ടിഫുൾ ആട്ടോ. ഇറ്റ്സ് റിയലി കണ്ടില്ലേ, ബാക്കിൽ കണ്ടില്ലേ, ഇറ്റ്സ് റിയലി നൈസ്. എനിവേ നിങ്ങൾ വെയിൽസിലുണ്ടെങ്കിൽ മസ്റ്റായിട്ട് വരേണ്ട ഒരു സ്ഥലമാട്ടോ ഇത്. ഇറ്റ്സ് റിയലി ഗുഡ്. ഇത്രയേ ഉള്ളൂ, ഇവരൊക്കെ പോയി. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. ബൈ.